അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 132 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വർഷത്തെ അവസാന ആഴ്ചയിൽ വലിയവനായ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമുക്കൊരുമിച്ചു കൂടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ചില ഗാനങ്ങളോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അതിൻ്റെ സാഹചര്യങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന അവസരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഓർക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം വലിയവനായ ദൈവം നമുക്ക് അനുകൂലമായിരുന്നു. നമ്മോടുകൂടെ ആ വിലയേറിയ സാന്നിധ്യമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തുണയായി നിന്ന് നമ്മെ സഹായിച്ചു. ഇത്ര വിശ്വസ്തനായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനവും കരുതലും അനുഭവിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ബ്രദർ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ചിലത് നാം കേൾക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അനുഭവങ്ങൾ, അതെഴുതാനുണ്ടായ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇന്ന് രാത്രി നാം കേൾക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വലിയവനായ ദൈവം നമ്മുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ അടുക്കലിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി കാണുന്ന ഞങ്ങളുടെ കർത്താവേ, ഒരു വർഷക്കാലം അങ്ങയുടെ ആ അളവില്ലാത്ത പാവനമായ സ്നേഹം തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും നന്ദിയോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനിൽ നിന്നും അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. തന്നിലൂടെ രചിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുമ്പോൾ അതിലൂടെയും ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാകണം. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം സംസാരിപ്പാൻ, സാക്ഷ്യങ്ങളെ പറവാൻ ദൈവത്തിന്റെ വലിയ കൃപയെ ദാസനോടൊന്ന് പകർന്ന് നൽകണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നാവിനോടുകൂടെ കർത്താവിന്റെ കൃപയുണ്ടാകണം. ക്രിസ്തുവിന്റെ ആ കൃപ, ആ സംഗീതത്തിന്റെ മാധുര്യം അത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയാകണം. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ മാംകുരിച്ചനാട് സ്തോത്രം. ദൈവം ശക്തിപ്പെടുത്തണം. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയാകണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ശബ്ദവും വെളിച്ചവും കാലാവസ്ഥയും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റിത്തരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം. ഞാൻ ഓർപ്പിച്ചതുപോലെ 132 എപ്പിസോഡാണ് ഇന്ന് രാത്രി നാം പങ്കെടുക്കുന്നത്. 131 എപ്പിസോഡുകൾ വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് ചെയ്യുവാൻ, മറ്റ് പ്രയാസങ്ങളൊന്നും കൂടാതെ പൂർത്തീകരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ മിനിസ്ട്രിയിലൂടെ അനേകർക്ക് ആ സാക്ഷ്യങ്ങളിലൂടെ വലിയൊരു ഒരു എഡിഫിക്കേഷൻ, ജീവിതത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകുവാൻ ഇടയായത് പലരും വിളിച്ച് പറയുവാനിടയായിട്ടുണ്ട്. ഒരേ സാക്ഷ്യം തന്നെ പലർ പിന്നെയും പിന്നെയും കേട്ട് അവർ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒരേ സാക്ഷ്യം തന്നെ അത് അനേകരുടെ സാക്ഷ്യമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുവാനിടയായി. അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യ പ്രോഗ്രാം വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകുവാനിടയാകുന്നത്. പുതിയ പുതിയ ആളുകളെ തേടി ഞങ്ങൾ പോകുന്നത്, പുതിയ പുതിയ സാക്ഷ്യങ്ങൾ ജനത്തിന് മുമ്പിൽ ഞങ്ങൾ പകർന്നു നൽകുന്നത്. അത് കേൾക്കുന്നവരുടെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലും അത് വലിയൊരു ആശ്വാസമാണ്, സന്തോഷമാണ്, പ്രത്യാശയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ കൃപയാൽ, നമ്മുടെ കഴിവോ കൃപയോ മഹത്വമൊന്നുമല്ല, ഈ വർഷത്തിൻ്റെ അവസാനം കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഞാനതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, നമുക്ക് തന്ന നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഓർത്ത്
എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത വർഷം കർത്താവ് നമുക്ക് ആയുസ്സോടും ആരോഗ്യത്തോടും തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ തന്നെ കർത്താവിന് വേണ്ടി ഇത്രയും നാൾ ചെയ്തതിനേക്കാൾ ഉപരിയായി ചിലത് ചെയ്യുവാൻ നാം എല്ലാവരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കേണ്ടതിന് നാം പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബ്രദർ തോമസ് എബ്രഹാം അറ്റ്ലാന്റ നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ ചില ഗാനങ്ങളുടെ സാഹചര്യങ്ങളിലൂടെയും ഒടുവിൽ ഒരു ചെറിയ ദൈവവചന ശുശ്രൂഷയിലൂടെയും നാം കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് വളരെ ശക്തമായിട്ട് എടുത്തുപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജെയിംസ് കൊടുന്തർ അവറുകളുണ്ട്, ഉണ്ണി തോബിയാസ് അവറുകളുണ്ട്, അതുപോലെ എക്സാം മോളുണ്ട്, അതുപോലെ ഹന്ന ഉണ്ട്. പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. നമുക്ക് കഴിയുന്നിടത്തോളം ഗാനങ്ങൾ ഇന്ന് രാത്രി കേൾക്കുവാൻ ഇടയായി തീരട്ടെ. എന്നാൽ അതിനു മുമ്പ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കർത്താവിന്റെ ദാസനെ സംബന്ധിച്ച് ആവശ്യമാണ്. ആ കർത്താവിന്റെ ദാസൻ തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മളെ ബോധിപ്പിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവറിനാഥം ഒരുക്കുന്ന ഈ പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ എഴുതിയ ചില പാട്ടുകളുടെ സാരാംശം ദൈവനാമ മഹത്വത്തിനായി അവതരിപ്പിക്കുവാൻ ഇടയാകുന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന റോയി ബ്രദറും അതുപോലെ സന്തോഷ് ബ്രദറിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രത്യേകം ദൈവം കൃപ നൽകട്ടെ. അവരെ ഓർത്തും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവർക്ക് എൻ്റെ കർത്താവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സൂമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പാട്ടുകൾ എഴുതുവാനായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ സന്ദർഭവും അതുപോലെ ഉദ്ദേശവും സംബന്ധിച്ച് പറഞ്ഞാൽ, അതിൻ്റെ സന്ദർഭം എന്നത് എല്ലാ പാട്ടുകളെ സംബന്ധിച്ചും ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അത് നിറഞ്ഞ് കവിയുമ്പോൾ അതൊരു ഗാനമായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പാട്ടെഴുതുന്ന ഉദ്ദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ് എല്ലാ പാട്ടിലൂടെയും ഉണ്ടാകേണ്ടത് എന്ന് കരുതിയാണ് അത് എഴുതുന്നത്. കൂടാതെ ഓരോ പാട്ടിലൂടെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ നിലനിർത്തുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതും എൻ്റെ ആഗ്രഹമാകുന്നു. അതാണ് ഈ പാട്ടുകൾ എഴുതുന്നതിനുള്ള സന്ദർഭവും ഉദ്ദേശവും. എൻ്റെ ജീവിതത്തില് 1964 ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. അന്നു മുതൽ ദൈവവചനം പഠിക്കുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം എന്നിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മാതൃസഭയിലും വചനശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്നു മുതൽ ഞാനായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവവചന ശുശ്രൂഷയിൽ വചനം പഠിപ്പിക്കുന്നതിന് ഒക്കെ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പോകുന്നതിനും അവിടെയൊക്കെ ആയിരുന്നപ്പോൾ അതത് സ്ഥലം സഭകളോടുള്ള ബന്ധത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. പിന്നീട് ഒരു 10 വർഷം സൗദി അറേബ്യയിൽ അതിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഈസ്റ്റേൺ പ്രോവിൻസിൽ ഏതാണ്ട് 7 സഭകളിലായിട്ട്, അതൊക്കെയും വളരെ രഹസ്യത്തിലായിരുന്നു, അവിടെയൊക്കെയും ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നതിനും ഒക്കെ
ദൈവം കൃപ തന്നു. ആഴ്ചയിലെ 7 ദിവസവും ആ കാര്യത്തിൽ വ്യാപൃതനായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുലഭ സന്ദർഭമെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇപ്പോൾ ഒരു 10-17 വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്, ഇവിടെ അറ്റ്ലാന്റയിൽ. ദൈവം നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ്, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇത്ര ചുരുക്കമായിട്ട് ഈ വാക്കുകളിൽ ഈ കാര്യങ്ങളെ അറിയിക്കുന്നത്. ഈ ദിവസം ഏത് പാട്ടുകളൊക്കെയാണ് ബ്രദർ സന്തോഷ് അക്കാര്യം പറയും. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഒരു ചെറിയ സംഗ്രഹം കർത്താവിൻ്റെ ദാസനെ കുറിച്ച് കേൾക്കുവാൻ നമുക്കിടയായി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കഴിയുന്നിടത്തോളം ചില ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്നവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നല്ല ആഴമേറിയ ഉപദേശ സത്യങ്ങളാണ് ഗാനങ്ങളിലൂടെ എല്ലാം വിവക്ഷിതമാകുന്നത്. മാത്രവുമല്ല, നല്ല സാഹിത്യ ആശയങ്ങളാണ് അതിലൂടെയും കർത്താവിൻ്റെ ദാസൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ശക്തമായ വാക്കുകൾ, ആഴമേറിയ ജ്ഞാനമുള്ള ആശയങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിയാണ് അദ്ദേഹം ആ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. പല ഗാനങ്ങളും നമ്മുടെ ആത്മീയഗീതത്തിൽ നാം സ്ഥിരം ഉപയോഗിച്ചു വരുന്ന പാട്ടുകളുടെ ട്യൂണിലാണ് കർത്താവിൻ്റെ ദാസൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഗാനങ്ങളുടെ ട്യൂണിൽ നമുക്ക് പെട്ടെന്ന് അത് പാടുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടയാകും. ഒന്നാമത്തെ ഗാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. നമുക്ക് വളരെ പരിചയമായൊരു ഗാനമാണ് പുത്തൻ യെരൂശലേമേ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിന്റെ ട്യൂണിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഗാനമുണ്ട്, അത്യന്തം ആശ്ചര്യമേ തവ സ്തുത്യർഹമായ നാമം അനുദിനവും പ്രസ്തവ്യ യോഗ്യമത്രേ എന്ന് തുടങ്ങുന്ന പുത്തൻ യെരൂശലേമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആ ഗാനം നമുക്ക് കേൾക്കാം. എന്നാൽ അതിനു മുമ്പ് ആ ഗാനത്തെക്കുറിച്ച് 2 വാക്ക് കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുന്നതായിരിക്കും. അത്യന്തം ആശ്ചര്യമേ എന്നുള്ള ആ പാട്ടില് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന, മരണ, പുനരുത്ഥാന, പുനരാഗമന കാര്യങ്ങളെ കുറിച്ച് അത്യന്തം ആശ്ചര്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നതിന്റെ സാരാംശം. അത്യന്തം അത്ഭുതമാർന്ന യേശുക്രിസ്തുവിന്റെ നാമം തിരുസഭയിൽ പ്രകീർത്തിക്കുന്നത് യോഗ്യമാകുന്നു. നിന്റെ ഭക്തന്മാർ നിന്റെ നാമത്തെ സ്തുതിച്ച് അവർ തിരുമുമ്പിൽ സ്തോത്രയാഗം അർപ്പിക്കും. ഏകനായി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, മാത്രമല്ല ആധിപത്യം വഹിക്കുന്നവനും അത്ഭുത മന്ത്രിയുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ സാരാംശം. വിശദമായിട്ട് താഴോട്ടതിന്റെ അർത്ഥങ്ങളുണ്ട്. അത് പറയുവാനുള്ള സമയം കുറവായതുകൊണ്ട് അതധികം ഞാൻ പറയുന്നില്ല. ദൈവപുത്രനെ മനുഷ്യജാതിക്ക് വേണ്ടി പിതാവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് വലിയൊരു ആശ്ചര്യമാണ്. ക്രൂശിന്റെ സന്ദേശം മൂലം ആത്മരക്ഷ നമുക്ക് ലഭിക്കുന്നത് അതിനേക്കാൾ വലിയ ആശ്ചര്യമായിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധന്മാരുടെ പ്രത്യാശയായ കർത്താവെ, അവിടുന്ന് വേഗം വരുന്നത് കൊണ്ട് ഞങ്ങൾ തിരുമുമ്പിൽ സ്തോത്രയാഗം അർപ്പിക്കുന്നു എന്നാണ് ആ പാട്ടിന്റെ സാരാംശം. താങ്ക് യു. ഗാനം നമുക്ക് കേൾക്കാം. ആ ഗാനം ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്ത റവറുകളാണ്. നമുക്ക് ആ ഗാനം ഒന്ന് ശ്രവിക്കാം. അത്യന്തമാശ്ചര്യമേ തവ സ്തുത്യർഹമായ നാമം അനുദിനവും പ്രസ്തവ്യ യോഗ്യമത്രേ തിരുസഭയിൽ സത്യസഭാപതിയേ. അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ, അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ. അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം.
ഏകനായി അത്ഭുതങ്ങൾ ചെയ്യും ആകയാൽ തന്നാമമോ അതിശയമേ പാർക്കുകിലാധിപത്യം വഹിക്കുമൊരു അത്ഭുത മന്ത്രിയത്രേ. അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ, അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ. അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം. കർത്തനാം യേശുനാഥ നിജമർത്യ ജീവിതമധ്യേ തവ മൊഴികൾ അത്യന്തം കേട്ടറിഞ്ഞോ ആശ്ചര്യമായി നിത്യശ്രോതാക്കളായി. അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ, അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ. അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം. സർവവ്യാപിയാകും നീ മഹാസർവേശ്വരനല്ലയോ, മനുജരൂപമുർവിയിൽ കന്യകതൻ ഉദരമതിൽ ഉൾക്കൊണ്ടതാശ്ചര്യമേ. അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ, അത്ഭുതമാം തവ നാമം സ്തുതി ചെയ്യും നിജഭക്തർ. അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം പരസുതനു, അർപ്പിക്കും സ്തോത്രയാഗം. താങ്ക് യു ബ്രദർ ജെയിംസ്. വളരെ അനുഗ്രഹീതമായ വരികളാണ് നാം അത് കേട്ട് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നല്ല ശക്തമായ വാക്കുകളും വരികളുമാണെങ്കിലും വലിയൊരു ആശയം കർത്താവിൻ്റെ ദാസൻ പ്രത്യാശയുടെ ആശയങ്ങളായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഗാനം, ഹേ ആശ്രയമാരുണ്ട് ആശ്വാസം എങ്ങുണ്ട്, യേശു അല്ലാതുണ്ടോ ആശ്രിതർക്ക് അഭയമായി. അതിൻ്റെ വരികളിൽ അദ്ദേഹം ഇങ്ങനെ രചിച്ചിരിക്കുന്നു: പാലകൻ ഭവൽ ഗുരു വലഭാഗെ തണലായി, പാലിക്കുമെൻ പ്രാണനെ രാവിലും പകലിലും, നിശയെന്നോ പകലെന്നോ ഭേദമെന്നിയെന്നും മശിഹായൻ പാദങ്ങളെ ഇടറാൻ വിടുകയില്ല. ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിപാലനത്തെ തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ വരികളാണ് അത്. ആ ഗാനത്തെക്കുറിച്ച് രണ്ട് വരികൾ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹേ ആശ്രയം ആരുണ്ട്, ആശ്വാസം എങ്ങുണ്ട്, യേശു അല്ലാതുണ്ടോ ആശ്രിതർക്ക് അഭയമായി. ഈ പാട്ട് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആശ്രയിപ്പാൻ ആരുമില്ല, ആകയാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇതാണ് ആ പാട്ടിലെ വിഷയം. ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിച്ച ഒരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. 1987 ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി ദൈവവചനം ശുശ്രൂഷിച്ചു. അന്ന് പ്രസംഗിച്ച ആ ദൈവവചനം എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയിൽ ചൂടുപിടിച്ച് എൻ്റെ ധ്യാനത്തിൽ തീ കത്തി. ഞാനത് ഒരു പാട്ടാക്കി. അത് 1987 ഞാൻ രാജസ്ഥാൻ കോട്ട എന്ന സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ് അത് എഴുതിയത്. ആശ്രിതർക്ക് അഭയമായിട്ടും ആശ്വാസമായിട്ടും
കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. ആശ്രയത്തിനായിട്ട് ഞാൻ കണ്ണുകളെ ഉയർത്തി എനിക്ക് കാണുവാൻ കഴിയുന്ന പർവ്വതങ്ങളുടെ ശിഖരങ്ങളിലേക്ക് നോക്കിയാലും അവിടെ ഒന്നുമില്ല. എന്നാൽ അതിനു ഉപരിയായി ഭൂമിയിലല്ല, സ്വർഗത്തിൽ തന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ കർത്താവിനെ ഞാൻ കാണുന്നു, അവനെ ദർശിക്കുന്നു. അവൻ എന്നെ അനുദിനം നടത്തുന്നു, രാവിലും പകലിലും എൻ്റെ പ്രാണനെ പാലിക്കുന്നു. ഭൂമിയിൽ സൂര്യനോ ചന്ദ്രനോ അതിൻ്റെ ബാധകളായ ചൂടോ ശൈത്യമോ എന്നെ ബാധിക്കാതെ വണ്ണവും എൻ്റെ പാദങ്ങൾ ഇടറിപ്പോകാതെ വണ്ണവും കർത്താവിനെ സൂക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും എനിക്ക് വേണ്ടി ജാഗരൂപനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിപാലനം എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ഈ പാട്ടിലെ സാരാംശം. താങ്ക് യു അച്ഛാ. വളരെ ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ നല്ലൊരു പരിപാലനത്തിന് നമുക്ക് ആശ്വാസം നൽകുന്ന വരികൾ. ഈ ഗാനം പ്രിയമകൾ അക്സാറ്റി സന്തോഷ് ആലപിക്കും. മകളെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ആശ്രയമാരുണ്ട്, ആശ്വാസമെങ്ങുണ്ട്, യേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി ക്രിസ്തേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി, ആശ്രിതർക്ക് ഭയമായി. ഞാൻ ഗിരിശൃംഗങ്ങളിലേക്ക് ദൃശ്യസംസർഗത്തിനായി ചൊല്ലിടും സഹായത്തെ. ദൃഷ്ടികൾ ഉയർത്തി ഞാൻ ഗിരിശൃംഗങ്ങളിലേക്ക് ദൃശ്യസംസർഗത്തിനായി ചൊല്ലിടും സഹായത്തെ. ആശ്രയമാരുണ്ട്, ആശ്വാസമെങ്ങുണ്ട്, യേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി ക്രിസ്തേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി, ആശ്രിതർക്ക് ഭയമായി. കാണുന്നെൻ ഉലകിനുടയോനേ, ഉദവി തന്നു ദിനം ഉയിരോടെ നടത്തുന്നു. ഉയിരെ കാണുന്നെൻ ഉലകിനുടയോനേ, ഉദവി തന്നു ദിനം ഉയിരോടെ നടത്തുന്നു. ആശ്രയമാരുണ്ട്, ആശ്വാസമെങ്ങുണ്ട്, യേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി ക്രിസ്തേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി, ആശ്രിതർക്ക് ഭയമായി. ഗുരു ബലഭാഗ്യ തണലായി പാലിക്കുമെൻ പ്രാണനെ രാവിലും പകലിലും. പാലകൻ ഭവൽ ഗുരു ബലഭാഗ്യ തണലായി പാലിക്കുമെൻ പ്രാണനെ രാവിലും പകലിലും. ആശ്രയമാരുണ്ട്, ആശ്വാസമെങ്ങുണ്ട്, യേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി ക്രിസ്തേശുവല്ലാതുണ്ടോ? ആശ്രിതർക്ക് ഭയമായി, ആശ്രിതർക്ക് ഭയമായി. പാരിൽ ഞാൻ പാർത്തിടുമ്പോൾ
ഭയക്കില്ല. ഹേ, ആശ്രയമാരുണ്ട്, ആശ്വാസമെങ്ങുണ്ട്, യേശുവല്ലാതുണ്ടോ ആശ്രിതർക്ക് ഭയമായി, ക്രിസ്തേശുവല്ലാതുണ്ടോ ആശ്രിതർക്ക് ഭയമായി, ആശ്രിതർക്ക് ഭയമായി. ദൈവനാമത്തിന് മഹത്വം. വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനമാണ്. അനേക സ്റ്റാൻസുകളുണ്ട്. എല്ലാ സ്റ്റാൻസയും നമുക്ക് കേൾക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ചില സ്റ്റാൻസുകൾ മാത്രം കേട്ട് നമ്മൾ കട്ട് ചെയ്യാനിടയായി തീരുന്നത്. വളരെ അനുഗ്രഹീതമായിട്ട് പ്രിയമകൾ ആ ഗാനം ആലപിച്ചു. മകളോടുള്ള നന്ദി അറിയിക്കുന്നു. വാഞ്ചിതമരുളിടും മാനവർക്ക് അതിപാനി, വളരെ സുപരിചിതമായൊരു ഗാനമാണ്. പലപ്പോഴും പാടി നാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്. ആ ഗാനത്തിന്റെ ട്യൂണിൽ കർത്താവിന്റെ ദാസൻ എഴുതിയൊരു ഗാനം, വാഴ്ത്തും ഞാൻ ആത്മാവിലും സത്യത്തിലുമേ ദിവ്യ കാഴ്ചയെ തന്നേ എൻ യേശുനാഥ, വീഴ്ച കൂടാതെ എന്നെ കാത്തതുമൂലം ഇപ്പോൾ വാഴ്ച ലഭിച്ചവനെ കീർത്തിക്കുന്നേ. ഈ ഗാനത്തെക്കുറിച്ച് ചില വരികൾ കർത്താവിന്റെ ദാസൻ പറയും, അതിന്റെ ആശയങ്ങൾ. അതിനുശേഷം നമുക്ക് ആ ഗാനം കേൾക്കാം. വാഴ്ത്തും ഞാൻ ആത്മാവിലും സത്യത്തിലുമേ ദിവ്യ കാഴ്ചയെ തന്ന യേശുനാഥ എന്നുള്ള ഈ പാട്ട് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നുള്ളതാണ് ഈ പാട്ടിലെ ഉള്ളടക്കം. ദിവ്യമായ കാഴ്ചയെ തന്ന് വീഴ്ച കൂടാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്നവനും അതുപോലെ സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവിനെ ഞാൻ ആത്മാവിലും സത്യത്തിലും വാഴ്ത്തി സ്തുതിക്കുന്നു എന്നാണ്. ദുഃഖവും അന്ധകാരവും നിറഞ്ഞ ഈ ലോകത്തിൽ സാത്താന്റെ ബന്ധനത്തിലായിരുന്ന എന്നെ ബന്ധനം നീക്കി നിന്നോട് എന്നെ ബന്ധിച്ചിരിക്കയാൽ ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇമ്പമായ നിത്യജീവന്റെ മൊഴികളെ കേൾക്കുവാനും നിന്റെ കരുണയുടെ ലാളനം അനുഭവിക്കുവാനും സകല ദുഃഖവും തീർക്കുന്ന എന്റെ മനോഹര രൂപിയായ കർത്താവിന്റെ മുമ്പിലിരുന്ന് ഞാൻ നിന്നെ വണങ്ങുന്നു. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നവനും ആകൃതിയോ ഭംഗിയോ ഇല്ലാത്ത പ്രാകൃത രൂപത്തിലിരുന്ന വെറും കല്ലായിരുന്ന എന്നെ നീ ചെത്തിയൊരുക്കി നിന്റെ മന്ദിരത്തിന് യോഗ്യമാക്കി തീർത്തു. അവിടുത്തെ വൻകൃപയെ ഓർത്തും നീ എന്നെ നിന്റെ മന്ദിരത്തോട് യുക്തമായി നിന്റെ കൃപയാൽ ചേർത്ത് ബന്ധിച്ച ആ മഹാപ്രവൃത്തിയെ ഓർത്ത് ഞാൻ നിന്നെ വന്ദിക്കുന്നു. ദൈവസഭയാകുന്ന മന്ദിരത്തിലുള്ള കർത്താവാകുന്ന ആ യാഗപീഠത്തെ ഞങ്ങൾ സകല നന്ദിയോടും കൂടെ വലം വയ്ക്കുന്നു. ഞങ്ങളുടെ അലസതയുള്ള മനസ്സുകളെ ഉണർത്തി അതിനെ ആരാധ്യയോഗ്യമാക്കി തീർക്കുവാൻ ഈ നിന്റെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നു. നിത്യജീവൻ തരുവാൻ നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന നിന്റെ ശരീരത്തിന്റെ നിഴലാകുന്ന അപ്പം നുറുക്കലിലൂടെ ഞങ്ങൾ നിന്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട് സത്യസഭയ്ക്ക് അനുഷ്ഠാനമായി തന്ന ആ കൽപ്പനയെ ആചരിച്ചുകൊണ്ടും നിന്നെ ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ വന്ദിക്കുന്നു. ഇതാണ് ഈ പാട്ടിന്റെ സാരാംശം. താങ്ക് യു അച്ഛാ. പലപ്പോഴും ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്ക് ഇച്ചിരി കഠിനമായ വാക്കുകളുള്ള പാട്ടുകളൊക്കെ പൊതുവിൽ പാടാറില്ല. കാരണം നമ്മൾ പറയും അത് പാടി അങ്ങോട്ട് മുഴുമിപ്പിക്കാനായിട്ട് പറ്റുകയില്ല, വളരെ കട്ടിയുള്ള വാക്കുകളാണ്. പലപ്പോഴും അങ്ങനെയുള്ള പാട്ടുകൾ പൊതുവിൽ ഒഴിവാക്കുകയാണ് അതിൻ്റെ രീതി. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിൽ കെ വി സൈമൺ സാറിനെ പോലെ വളരെ സാഹിത്യരൂപേണ എഴുതിയ ഗാനങ്ങളുണ്ട്. അല്പം കഠിനമാണ് മലയാള വാക്കുകളെങ്കിലും അതും മലയാള ഭാഷയാണ്. എന്നാൽ അത് വായിക്കുമ്പോൾ നമ്മുടെ പാട്ടുത്സവത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥമൊക്കെ ഉണ്ട്. ആ അർത്ഥമൊക്കെ പരതി ആ വരികളുടെ ആശയം മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്ഥിരം പാടുന്ന പാട്ടിനേക്കാൾ എത്ര നല്ല ആശയ സമ്പുഷ്ടമായ ഒരു ഗാനമാണ് അത് എന്ന് മനസ്സിലാക്കാനിടയാണ്. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ദാസന്റെ ഗാനങ്ങളും. ഒരുപക്ഷെ പാടുമ്പോൾ ആ വാക്കുകളൊക്കെ ശക്തമാണ്, അഴുമേറിയതാണെങ്കിൽ പോലും അതിൻ്റെ ആശയങ്ങൾ എത്ര സിമ്പിളാണ്, എത്ര ശക്തമേറിയതാണ്. ആ ഗാനം നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ ഉണ്ണി തോബിയാസ് അവറുകൾ ആ ഗാനം ആലപിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പാട്ട് ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
വാഴ്ത്തും ഞാൻ ആത്മാവിലും സത്യത്തിലുമേ ദിവ്യ കാഴ്ചയെ തന്ന എൻ യേശുനാഥ. വാഴ്ത്തും ഞാൻ ആത്മാവിലും സത്യത്തിലുമേ ദിവ്യ കാഴ്ചയെ തന്ന എൻ യേശുനാഥ. വീഴ്ച കൂടാതെ എന്നെ കാത്തതു മൂലമിപ്പോൾ, വീഴ്ച കൂടാതെ എന്നെ കാത്തതു മൂലമിപ്പോൾ വാഴ്ച ലഭിച്ചോനെ കീർത്തിക്കുന്നേ, വാഴ്ച ലഭിച്ചോനെ കീർത്തിക്കുന്നേ. അന്ധത നിറഞ്ഞൊരിയാകുലധരണിയിൽ ബന്ധിതനായി ഞാൻ വൻപെഴും വൈരിയായി. അന്ധത നിറഞ്ഞൊരു ആകുലധരണിയിൽ ബന്ധിതനായി ഞാൻ വൻപെഴും വൈരിയാൽ. ബന്ധനം നീക്കി നിൻ അൻപഴും കരങ്ങളാൽ, ബന്ധനം നീക്കി നിൻ അൻപഴും കരങ്ങളാൽ ബന്ധുവാക്കി നിന്നോടെന്നതിനായി, ബന്ധുവാക്കി നിന്നോടെന്നതിനായി. നിൻ സ്വരം കേട്ടുകൊണ്ടിരിപ്പാനും അൻപഴും ലാളനം ഏൽക്കുവാനും. ഇമ്പമാം നിൻ സ്വരം കേട്ടുകൊണ്ടിരിപ്പാനും അൻപഴും ലാളനം ഏൽക്കുവാനും. തുമ്പമെല്ലാം നീക്കും എൻ ബന്ധുരഭൻ മുഖം, തുമ്പമെല്ലാം നീക്കും എൻ ബന്ധുരഭൻ മുഖം. മുൻപിലിരുന്നു ഞാൻ കുമ്പിടുന്നേ, മുൻപിലിരുന്നു ഞാൻ കുമ്പിടുന്നേ. ആകൃതിയില്ല വെറും കല്ലായിരുന്ന എൻ്റെ പ്രാകൃതരൂപത്തെ ചെത്തിയൊരുക്കി നീ. ആകൃതിയില്ല വെറും കല്ലായിരുന്ന എൻ്റെ പ്രാകൃതരൂപത്തെ ചെത്തിയൊരുക്കി നീ. വൻകൃപയുക്തമായി മന്ദിരെ ചേർത്ത നിൻ, വൻകൃപയുക്തമായി മന്ദിരെ ചേർത്ത നിൻ സൽക്രിയയോർത്തു ഞാൻ വന്ദിക്കുന്നേ, സൽക്രിയയോർത്തു ഞാൻ വന്ദിക്കുന്നേ. താങ്ക് യു ബ്രദർ ഉണ്ണിച്ച. വളരെ അനുഗ്രഹീതമായിട്ട് ആ ഗാനം കർത്താവിൻ്റെ ദാസൻ ഉണ്ണി തോബിയസ് അവറുകൾ ആലപിച്ചു. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ജീവചരിത്രത്തിലൂടെ ഞാനിങ്ങനെ ആ ഗാനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എഴുതിയ ഒരു ഗാനത്തിൻ്റെ ട്യൂണാണ് നമുക്ക് കേൾക്കാനിടയായത്. എത്ര ആഴമേറിയ യാഥാർത്ഥ്യങ്ങൾ, എത്ര അനുഭവവേദ്യമായ ചില ആശയങ്ങൾ. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാവുന്ന മറ്റൊരു ഗാനമാണ് മഹിമയെഴും പരമേശ. ഒരുപക്ഷെ ആരാധന ഗാനങ്ങളിലൊക്കെ പാടി നാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം. അതിൻ്റെ ട്യൂണിൽ അദ്ദേഹം എഴുതിയ ഒരു ഗാനമുണ്ട്, കരുണയെഴും സ്വർഗതാത തിരുനാമം സ്തുത്യം എന്നേക്കും. ഈ ഗാനം
പ്രിയമകൾ അന്ന തോമസ് അവറുകൾ ആലപിക്കും. എന്നാൽ അതിനു മുമ്പ് ആ ഗാനത്തെക്കുറിച്ച് 2 വാക്ക് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചിട്ട് പ്രിയമകൾ ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. കരുണയെഴും സ്വർഗദാത തിരുനാമം സ്തുത്യമെന്നേക്കും. പിതാവായ ദൈവത്തിന്റെ മുന്നറിവും കരുണയും എന്നതാണ് ഈ പാട്ടിലെ വിഷയം. യാക്കോബിനെ അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തു എങ്കിൽ, മോശയെ തന്റെ ജനനത്തിങ്കൽ തന്നെ ദൈവം കണ്ടു എങ്കിൽ, പൗലോസിനെ തന്റെ ജനനം മുതൽ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ആ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയുകയും ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തു എന്നുള്ളത്. നമ്മുടെ തേജസ്സിനായി നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്ത കരുണയും എഴുന്ന സ്വർഗീയ പിതാവിനെ എന്നേക്കും സ്തുതിക്കുന്നു. സകലത്തിനും മുമ്പേ, ആദി യുഗങ്ങൾക്ക് മുമ്പേ മുന്നറിഞ്ഞ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ തന്ന കരുണയ്ക്കായി അവനെ സ്തുതിക്കുന്നു. സകല ഗുണങ്ങൾക്കും ദൈവമാകെ ആയവൻ അത് സകലതും ക്രിസ്തുവിൽ തന്റെ ഭക്തന്മാർക്ക് സാധ്യമാക്കി തന്നിരിക്കുകയാൽ അവന്റെ ഭക്തന്മാർക്ക് അവന്റെ സഹിത്വമുണ്ട്. പാപങ്ങളെ നമ്മിൽ നിന്ന് ദൂരത്ത് അകറ്റിക്കളഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദയെ ഓർക്കുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുകയില്ല. ആകയാൽ നമുക്ക് അവന്റെ തിരുസഭയിൽ അവന്റെ പാദപീഠത്തിൽ വീണ് സദാ അവനെ കീർത്തിക്കാം. ഇതാണ് ഈ പാട്ടിന്റെ രത്നച്ചുരുക്കം. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. മുന്നറിഞ്ഞേ ആദ്യയുഗങ്ങളിൽ തന്നു നിൻ സോനുവേനിക്കായി. മുന്നറിഞ്ഞേ ആദ്യയുഗങ്ങളിൽ തന്നു നിൻ സോനുവേനിക്കായി. വന്നു ജീവൻ നൽകുവാനായി, വന്നു ജീവൻ നൽകുവാനായി. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. അഖിലവും സാധ്യമാക്കി നീ നിഖില ഗുണ പരമേശ. അഖിലവും സാധ്യമാക്കി നീ നിഖില ഗുണ പരമേശ. സാഹിയാം നീ ഭക്തന്മാർക്കെന്നും, സാഹിയാം നീ ഭക്തന്മാർക്കെന്നും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. ക്രിസ്തു മഹേശ പാപവിദൂര നിസ്തുലം നിന്റെ ഓർക്കുക. ക്രിസ്തു മഹേശ പാപവിദൂര നിസ്തുലം നിന്റെ ഓർക്കുക. പ്രസ്ത്യാവമേ തവ മൃത്യു, പ്രസ്ത്യാവമേ തവ മൃത്യു. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. വന്ദിക്കുന്നേ ഞങ്ങൾ നിൻ പാദത്തിൽ, നന്ദിയായി കീർത്തിക്കും നിന്റെ. വന്ദിക്കുന്നേ ഞങ്ങൾ നിൻ പാദത്തിൽ, നന്ദിയായി കീർത്തിക്കും നിന്റെ. മന്ദിരേ പത്തിക്കുണ്ടനീശം, മന്ദിരേ പത്തിക്കുണ്ടനീശം. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയും സ്വർഗതാദാ തിരുനാമം സ്തുത്യമെന്നേക്കും.
താങ്ക് യു ഹന്നമോൾ. മലയാളത്തിൻ്റെ ശരിയായൊരു ഫ്ലുവൻസി ഇല്ലെങ്കിലും ഞാൻ ഓർക്കായിരുന്നു, ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും മകൾ വിട്ടുകളഞ്ഞില്ല. വളരെ കൃത്യമായിട്ട് ആ ഗാനം ആലപിച്ചു. പ്രേമകളോടുള്ള നന്ദി ദിവസനത്തിൽ അറിയിക്കുന്നു. കൂടുതലായിട്ട് പാടുവാൻ, മലയാളവും ഇംഗ്ലീഷും വളരെ നന്നായിട്ട് പാടുവാൻ ദൈവം പ്രിയമകൾക്കും കൃപ നൽകട്ടെ. മിക്കവാറും അടുത്ത പ്രാവശ്യങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ മകൾ വീണ്ടും ഗാനവുമായിട്ട് നമ്മുടെ മധ്യത്തിലെത്തും. പ്രിയമകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. തേനിലും മധുരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ട്യൂണിൽ കർത്താവിന്റെ ദാസൻ എഴുതിയ ഒരു ഗാനമുണ്ട്. അഖില നാമത്തിനും ഉന്നത നാമം ക്രിസ്തുവിൻ നാമമത്രേ, നമ്മെ സമ്പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുന്നൊരുവൻ യേശു കർത്താവ് മാത്രം. പ്രത്യേകിച്ചും ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു. കർത്താവിന്റെ ദാസന്റെ പല ഗാനങ്ങളും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റാൻഡ്സയും ഉൾപ്പെടുന്ന ഗാനങ്ങൾ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കേൾക്കുവാനായിട്ട് കഴിയും. ദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ഗാനത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. അഖില നാമത്തിനും ഉന്നതമായ നാമം ക്രിസ്തുവിന്റെ നാമം മാത്രം. ഈ പാട്ടിന്റെ വിഷയം യേശു ക്രിസ്തു മാത്രം നമ്മുടെ രക്ഷയും പ്രത്യാശയും ആകുന്നു എന്നുള്ളതാണ്. സകല നാമത്തിനും ഉന്നതമായ നാമമുള്ളവനും സമ്പൂർണമായി നമ്മെ സ്നേഹിക്കുന്നവനും ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തി ശ്രേഷ്ഠ ജനമാക്കി തീർത്തത് യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും നമ്മെ ദൈവസന്നിധിയിൽ നീതീകരിപ്പാനും നമുക്കായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവന് ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. ആകയാൽ അവൻ ദുഃഖിതർക്ക് ആശ്രയമായ ശാശ്വത പാറയാകുന്നു. നമുക്ക് വേണ്ടി സ്വർഗീയ സിംഹാസനത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനും വീണ്ടെടുപ്പുകാരനുമായവൻ ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു. ആകയാൽ അവന്റെ പാദം വീണ് കുമ്പിടാം. സ്വർഗസ്ഥലത്ത് സ്ഥലമൊരുക്കിയ ശേഷം പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ മഹാസന്തോഷ വാർത്ത എൻ്റെ സകല ദുഃഖവും അകറ്റി മഹാപ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നു. ഇതാണ് ഈ പാട്ടിന്റെ സാരാംശം. പാനി സാരി രി രി ഗഗ, പാനി സാരി രി രി ഗഗ, മാരി രി രി പാ മഗരി സനി പ. അഖില നാമത്തിനു ഉന്നത നാമം ക്രിസ്തുവിൻ നാമമെത്ര, നമ്മെ സമ്പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുന്നൊരുവൻ യേശു കർത്താവ് മാത്രം. അഖില നാമത്തിനും ഉന്നത നാമം ക്രിസ്തുവിൻ നാമമെത്ര, നമ്മെ സമ്പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുന്നൊരുവൻ യേശു കർത്താവ് മാത്രം. സനി സ പ മ പ മഗരി നി നി സ, സനി സ പ മ പ മഗരി മഗരി സ. താഴ്ചയിൽ നമ്മെ ഓർത്തിഹേ വന്നു ചേർത്തു തൻ കൈകളാലേ, മുറ്റും ശ്രേഷ്ഠ ജനമാക്കി തീർത്തു മാനിച്ചവൻ ദൈവ കുഞ്ഞാടൊരുവൻ. താഴ്ചയിൽ നമ്മെ ഓർത്തിഹേ വന്നു ചേർത്തു തൻ കൈകളാലേ, മുറ്റും ശ്രേഷ്ഠ ജനമാക്കി തീർത്തു മാനിച്ചവൻ ദൈവ കുഞ്ഞാടൊരുവൻ. കുരിശിൻ
കുരിശിൽ തൻ ദേഹം യാഗമായി തന്നു, പാപങ്ങൾ പരിഹരിച്ചു. തവ ഉദ്ധാനം മൂലം ലഭ്യമായി നീതിയും ദീനജനശീലയേ. കുരിശിൽ തൻ ദേഹം യാഗമായി തന്നു, പാപങ്ങൾ പരിഹരിച്ചു. തവ ഉദ്ധാനം മൂലം ലഭ്യമായി നീതിയും ദീനജനശീലയേ. സനി സ പ മ പ മ ഗ രി നി നി സ, സനി സ പ മ പ മ ഗ മ രി മ ഗ രി സ. വിണ്ണിൽ കടന്നു നീ സ്ഥലമൊരുക്കിയിട്ടങ്ങോ ഞങ്ങളെ ചേർത്തുകൊള്ളും. ഇന്ന് കുതൂഹല വചനം ആവലകറ്റി പ്രത്യാശയേകിടുന്നു. പിന്നിൽ കടന്നു നീ സ്ഥലമൊരുക്കിയിട്ടങ്ങോ ഞങ്ങളെ ചേർത്തുകൊള്ളും. ഇന്ന് കുതൂഹല വചനം ആവലകറ്റി പ്രത്യാശയേകിടുന്നു. ഗമപദ പാമഗരി ഗമപ മാഗരി സരി ഗമഗരി സജാനി പസ. സനി സാനി സരി സരി ഗരി ഗമ സനി ദപ മഗരി സരി ഗമപ. ഗമപ മഗരി സരി ഗമപ. പദ പ మ ప మ గ మ గ గమప. సరి గమప సని దప గమప. గమప రి గమ సరి గ ని సరి పని సా ని సరి రి సరి సరి గ సరి గ రి గ మ గమప. మన ప గ ప మ మి గ మ స గ రి ని సరి ప సని పని సని సరి స స గ రి గమప. ని సరి స సని స స స రి 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 సరి రి 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 గ మ గ గ ప ప ప సని ద ప గ ప ప సన ప మ గ ప സന പ മ ഗ ദ പ മ ഗ രി മ ഗ രി സ നി സ. അഖില നാമത്തിനും ഉന്നത നാമം ക്രിസ്തുവിൻ നാമമിത്ര. നമ്മെ സമ്പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുന്ന രൂപം യേശു കർത്താവ് മാത്രം. വളരെ അർത്ഥവത്തായ ഒരു ഗാനം, നല്ല ക്ലാസിക്കൽ സ്റ്റൈലിൽ പ്രിയമകൾ അത് ആലപിച്ചു. പ്രിയമകളോടുള്ള നന്ദി അറിയിക്കുന്നു. നാം വളരെ സംഗീതാത്മകമായ അനുഭവങ്ങളായിരുന്നല്ലോ. ഒരു ചെറിയ സന്ദേശം, ഒരു ചെറിയ ചില മിനിറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സന്ദേശം കൂടെ കേട്ട് അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള അവസരമുണ്ട്. ഗാനങ്ങൾ കേൾക്കുന്നതിനോട് കൂടെ തന്നെ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകി തരുന്ന ഉപദേശം എന്താണ്, നമ്മോട് സംസാരിക്കുന്ന വചനം എന്താണ്, ചില മിനിറ്റുകൾ കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പ മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം ധ്യാനിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇനിയും 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പുതുവത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മധ്യേ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആണ്ടർതിയും അതുപോലെ തന്നെ പുതുവത്സരവും സംബന്ധിച്ച് ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ടാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുമസ് സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തു പിതാവിനാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണ്. അത് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു.
ഇതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്ന ആ കാര്യം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ എന്നാണ്. ഇതൊന്ന് തീമോഥെയോസ് 1:15 കാണാം. വേറൊരിടത്ത് പത്രോസ് പറയുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് അപ്പോസ്തല പ്രവൃത്തി 4:12 കാണാം. അതുകൊണ്ട് ക്രിസ്തു വർഷത്തിന് അത് ആ വർഷത്തേക്കാൾ അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ക്രിസ്തു എന്ന രക്ഷിതാവിനാണ്. വർഷത്തിന് ആരംഭമുണ്ട്. യുഗങ്ങൾ, സംവത്സരങ്ങൾ, മാസങ്ങൾ, ആഴ്ച, ദിവസം എന്നിവയ്ക്കും ആരംഭമുണ്ട്, അവസാനവുമുണ്ട്. എന്നാൽ ക്രിസ്തുവിന് ആരംഭവും അവസാനവും ഇല്ല. അല്ലെങ്കിൽ അവൻ തന്നെയാണ് ആരംഭവും അവസാനവും. അവൻ നിത്യനായ ദൈവമാണ്. അത് സംബന്ധിച്ച് 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:17 വാക്യം. അവിടെ കാണുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ, മഹത്വസമ്പൂർണനായ ക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. അതിന്റെ തൊട്ടു മുമ്പിൽ ഒരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, വെളിപ്പാട് പുസ്തകം. അവിടെ നാം വായിക്കുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഹൂ ഈസ്, ഇരുന്നവനും ഹൂ വാസ്, വരുന്നവനുമായി ആൻഡ് ഹൂ ഈസ് ടു കം, സർവശക്തിയുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് നാം കാണുന്നത്. ഇനിയും ഈ പുസ്തകത്തിന്റെ ഒടുവിൽ പറയുന്നത് കൂടി നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിന്റെ ഒടുവിൽ 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഇനി ഈ വാക്യത്തിന് തൊട്ടു മുമ്പിലുള്ള അധ്യായത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 21-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. നോക്കുക, വെളിപ്പാട് പുസ്തകം ആരംഭ ഭാഗത്തും അവസാന ഭാഗത്തും 2 പ്രാവശ്യം വീതം യേശു ക്രിസ്തു ആദിയും അന്തവുമാകുന്നു എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു കാലത്തിന് അതീതനാണ്, അവൻ നിത്യനാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നാമും കാലത്തിന് അതീതരാണ്. നാം ദൈവദൃഷ്ടിയിലും അവന്റെ മുന്നറിവിലും കാലത്തിനു മുമ്പേ ഉള്ളവരാകുന്നു. നമുക്ക് ആദി എന്നതും ആരംഭമെന്നതും കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആദിയും അൽഫയും ഒന്നാമനും ആകുന്നു. അതുപോലെ തന്നെ അവൻ അന്തവും ഒമേഗയും ഒടുക്കത്തവനുമാകുന്നു. അവനപ്പുറവും അവൻ ഇപ്പുറവും ആരുമില്ല. അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ദൈവം തന്റെ പുത്രനെ നമ്മുടെ രക്ഷിതാവായി മുന്നറിയുകയും അതുപോലെ തന്നെ മുൻനിയമിക്കുകയും ചെയ്തതാണ്. അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് നാം വായിക്കുന്നത്. പത്രോസ് അങ്ങനെ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, പത്രോസ് മറ്റൊരു ഭാഗത്ത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്, അവന് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പത്രോസ് തന്റെ 2-ാം ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവീനെന്ന്. എപ്പോഴാണ് ദൈവം നമ്മെ വിളിച്ചത്?
അവൻ നമ്മെ രക്ഷിക്കുകയും, നാം വായിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നാം നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും മുമ്പേ, കാലമുണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാകുന്നു. സകല കാലത്തിനു മുമ്പെയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. 2 തീമോഥെയോസ് 1:9-10 വാക്യങ്ങളിൽ അത് കാണാം. സകല കാലത്തിനു മുമ്പേ നിങ്ങളെ വിളിച്ചു. അതെന്താണ്? നിങ്ങളുടെ പ്രവൃത്തി നിമിത്തമല്ല, ദൈവ കൃപയ്ക്കൊത്തവണ്ണം വിളിച്ചതാണ്. അതുകൊണ്ട് നാം കാലത്തിന് അതീതമായി വിളിക്കപ്പെട്ടവരാണ്. ഇനി എപ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? നാം വായിക്കുന്നത്, നാം അവന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ അഥവാ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1:4. നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്തത് എപ്പോഴാണ്? നാം വായിക്കുന്നത്, സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. തീത്തോസ് 1:2. ഈ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നാം അധികം ശ്രമിക്കണം എന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. 2 പത്രോസ് 1:10. ഇതിന്റെ ശ്രമമാണോ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടതിന്റെ ശ്രമമാണോ? നിങ്ങൾ ആണ്ടുതോറും, മാസം തോറും, ദിവസങ്ങൾ തോറും ഒക്കെ ആചരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഗലാത്യ വിശ്വാസികളോട് പൗലോസ് പറയുന്നു. ഗലാത്യർ 4:9-10-11 വാക്യങ്ങളിൽ കാണാം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. എപ്പോഴാണ് വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞത്? സകലകാലത്തിനു മുമ്പേ. 2 തീമോഥെയോസ് 1:9, തീത്തോസ് 1:2. ലോകസ്ഥാപനത്തിനു മുമ്പേ. എഫേസ്യർ 1:4. ഇങ്ങനെ വിശേഷാൽ ദൈവം നിങ്ങളെ കഴിഞ്ഞ നിത്യതയിൽ തന്നെ അറിഞ്ഞിരിക്കെ നിങ്ങൾ ബലഹീനവും ലോകത്തിന്റെ ആദിപാഠങ്ങൾക്കും അനുസരിച്ച് പിന്നെയും ആണ്ടുപിറപ്പും ആണ്ടവസാനവും ആചരിക്കുന്നത് എങ്ങനെ? നിങ്ങൾ കാലത്തിനതീതരാണെന്നറിയുന്നില്ലയോ? നിങ്ങൾ കാലത്തിനും സൃഷ്ടികൾക്കും അപ്പുറം നിത്യതയിൽ തന്നെ വിശേഷാൽ ദൈവം നിങ്ങളെ അറിയുകയും വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു കാലത്തിന് അതീതനായിരിക്കുന്നത് പോലെ നാമും കാലത്തിന് അതീതരാണ്. അക്കാര്യം നാം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ദൈവദൃഷ്ടിയിൽ കഴിഞ്ഞ നിത്യതയിൽ നിന്നും വരുവാൻ പോകുന്ന നിത്യതയിലേക്കുള്ളവരാകുന്നു. കാലത്തിന് ആദിയും അന്തവും ഉണ്ട്, പക്ഷേ നിത്യതയ്ക്ക് ആദിയും അന്തവും ഇല്ല. നാം നിത്യതയ്ക്കുള്ളവരാകുന്നു. കഴിഞ്ഞ നിത്യതയും ഇനി വരുവാൻ പോകുന്ന നിത്യതയും, അതിന് രണ്ടിന്റെയും ഇടയിലുള്ളതാണ് കാലം എന്ന് പറയുന്നത്. കാലം അവസാനിക്കും. ഈ കാലം അഥവാ യുഗം അവസാനിക്കുന്നത് വരെ നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. നാം ഈ ലോകത്തിനുള്ളവരല്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകയാൽ ലോകം അവരെ പകയ്ക്കുന്നു. അതുകൊണ്ട് അവർ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്നാണ് കർത്താവ് പിതാവിനോട് അപേക്ഷിച്ചത്. യോഹന്നാൻ 17:16 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്.
കാരണം എന്താ? നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. ലോകസ്നേഹം അത് ദൈവത്തോട് ശത്രുത്വമാണ്. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നു, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിന്റെ സ്നേഹമില്ല. യോഹന്നാൻ 1:15. നാം നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന പരദേശികളും പ്രവാസികളുമാകുന്നു. 1 പത്രോസ് 2:11 കാണാമത്. വിശ്വാസികളായ ദൈവഭക്തന്മാർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ല. അത് വിശ്വാസവീരന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദൈവഭക്തന്മാർക്കാർക്കും ഈ ലോകം യോഗ്യമല്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും നേരിടുമെന്നാണ് 2 തീമോഥെയോസ് 3:12 നാം വായിക്കുന്നത്. എങ്കിലും ലോകാവസാനത്തോളവും, അവിടെ പറഞ്ഞിരിക്കുന്നത് യുഗാവസാനത്തോളവും, ഈ കൃപായുഗത്തിന്റെ അവസാനം വരെയും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. മത്തായി 28:20. കാലം അവസാനിക്കും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയിലേക്ക് മാറിപ്പോകും. കാലം നിത്യതയിലേക്ക് മാറ്റപ്പെടും. പുതിയ ഭൂമിയും നിത്യതയുടെ ഭാഗമായിട്ട് മാറും. ആകയാൽ യേശു ക്രിസ്തു അത്രേ നമുക്ക് ആരംഭവും അവസാനവും. നാം നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കുള്ളവരാകയാൽ ആണ്ടർതിയോ കാലങ്ങളുടെ ആഘോഷമോ നമുക്കില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഉറപ്പിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ ലഘുവായ ഒരു സന്ദേശം രാത്രി കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആണ്ടർതി ആചാരങ്ങളോ ഒരു ക്രിസ്മസ് ആഘോഷങ്ങളോ നമുക്കില്ല എന്നുള്ളത് കേൾക്കുവാനിടയായി. കാരണം നമ്മുടെ പ്രത്യാശ അതിനപ്പുറമാണ്. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ നിത്യത കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ശ്രേഷ്ഠമായ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അനുഗ്രഹീതമായ ചിന്തയോടെ തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാമിൻ്റെ അവസാന ദിവസത്തെ പ്രോഗ്രാം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഒരു ഗാനം കൂടെ കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട്. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാം വളരെ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്. പലപ്പോഴും അതിലെ ആശയങ്ങളോട് ചേർന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനമാണ്. ആ പാട്ടിൻ്റെ ട്യൂണിൽ അദ്ദേഹം എഴുതിയ ഒരു ഗാനം, ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവുകയില്ല. കാരണം അത്രമാത്രം ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ആശയം വരുന്ന ഒരു ഗാനം അതോടെ കേട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മ ആ ഗാനം കേൾക്കാം. ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. മനുഷ്യന് ലഭിച്ച ദൈവകൃപ എത്ര വലിയ ഭാഗ്യം. ആ ഭാഗ്യവർണ്ണനയാണ് ഈ പാട്ടിന്റെ വിഷയം. അവർണ്ണനീയമായ ദൈവകൃപ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു അഭക്തനെയും നീതീകരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കൃപയുടെ മഹിമാധനം അത് അവർണ്ണനീയമായിട്ടുള്ളതാണ്. സത്യദൈവത്തെ ഹൃദയംഗമായി ആരാധിക്കുവാൻ ധാരാളമായി തരുന്ന ദൈവകൃപ എത്ര വലുതായിരിക്കുന്നു. എൻ്റെ കൃപ നിനക്ക് മതി എന്ന കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം സൽപ്രവർത്തികളാൽ ധരിക്കപ്പെടുവാനുള്ള സ്വർഗീയ കൃപ വെളിപ്പാട് 19:8 പറയുന്നത് പോലെ ആ കൃപമേൽ കൃപയാ നമുക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നുള്ള ആ അർത്ഥമാണ് ഈ പാട്ടിന്റെ ഉള്ളടക്കം.
ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവകൃപയുടെ മഹിമാധനത്തെ. പരമസുതൻ ദേവി പിണ്ടിഹേ വന്നോ. പരിചോട് പാർത്തിഹേ കൃപ നിറഞ്ഞവനായി. പരമസുതൻ ദേവി പിണ്ടിഹേ വന്നോ. പരിചോട് പാർത്തിഹേ കൃപ നിറഞ്ഞവനായി. പെരുകിയ പാപം മറച്ചൊരു കൃപയാൽ പരിഹരിച്ചതും മമ ഭാഗ്യം. പെരുകിയ പാപം മറച്ചൊരു കൃപയാൽ പരിഹരിച്ചതും മമ ഭാഗ്യം. ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവകൃപയുടെ മഹിമാധനത്തെ. പരമപിതാവിൻ്റെ കൃപയാലെ നമ്മെ പരസുത സവിധയാനയിച്ചു. പരമപിതാവിൻ്റെ കൃപയാലെ നമ്മെ പരസുത സവിധയാനയിച്ചു. പാരില ഭക്തനെ നീതീകരിക്കും വിധി ഉരച്ചതും കൃപയുടെ കനമേ. പാരില ഭക്തനെ നീതീകരിക്കും വിധി ഉരച്ചതും കൃപയുടെ കനമേ. ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവകൃപയുടെ മഹിമാധനത്തെ. അനുദിനമകതാരിൽ ആരാധിച്ചിടുവാൻ അനുവേലം കൃപ തരുമനൽപ്പം. അനുദിനമകതാരിൽ ആരാധിച്ചിടുവാൻ അനുവേലം കൃപ തരുമനൽപ്പം. മനുസുത സവിധേ അടിപണിഞ്ഞിടുമ്പോൾ മനമതിൽ നിറഞ്ഞിടും മശിഹ. മനുസുത സവിധേ അടിപണിഞ്ഞിടുമ്പോൾ മനമതിൽ നിറഞ്ഞിടും മശിഹ.
ദൈവകൃപയുടെ മഹിമാധനത്തെ ചൊൽവാനാവതോ. ദൈവകൃപയുടെ മഹിമാധനത്തെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും നല്ല ഗാനങ്ങളോടുകൂടെ നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇനിയും അനേക ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെതായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഗാനങ്ങളുമായിട്ട് മടങ്ങി വരാം. വീണ്ടും കർത്താവിൻ്റെ ദാസൻ ഗാനങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരനാണ്. അനേക ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ സാഹിത്യത്തിന് അദ്ദേഹം നൽകി തന്നിട്ടുണ്ട്. ദാനിയേൽ പ്രവചന വ്യാഖ്യാനം പോലെ അനേക ഗ്രന്ഥങ്ങൾ, വളരെ ശക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല ഗ്രന്ഥങ്ങൾ കർത്താവിൻ്റെ ദാസൻ രചിച്ചിട്ടുണ്ട്. വീണ്ടും ഗ്രന്ഥങ്ങളുടെ രചനയിൽ തന്നെയാണ്. തീർത്തും കർത്താവിൻ്റെ ദാസനെ നാം പ്രാർത്ഥനയിൽ ഓർക്കണം. ആ തൂലികയിൽ നിന്ന് ശ്രേഷ്ഠമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഗാനങ്ങൾ രൂപപ്പെടുന്നതിനും, അതുപോലെ തന്നെ വളരെ ആഴമേറിയ പഠനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നതിനും നാം വളരെ കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയിൽ ഓർക്കണം. അറ്റ്ലാന്റയിലായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാനും ഇടയാകുന്നു. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്ന് രാത്രിയിൽ ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ ഇരുന്ന് ഗാനങ്ങൾ കേൾക്കുവാനും അനുഗ്രഹീതമായ ഒരു സന്ദേശം കേൾക്കുവാനും ദൈവം കൃപ ചെയ്തു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോയ് ജോൺ കുവൈറ്റങ്കൽ നമ്മോട് കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ, കാൽവരിനാഥ മിനിസ്ട്രിയുടെ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ പ്രോഗ്രാമാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ജനുവരി മാസം ആദ്യത്തെ ശനിയാഴ്ച ഒരു ന്യൂ ഇയർ മെസ്സേജ് എന്നുള്ള നിലയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമുക്കുണ്ടാകും. എല്ലാ പ്രിയപ്പെട്ടവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്ത വർഷം മുതൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ വിലയേറിയ സഹകരണവും, പാട്ട് പാടുവാൻ കഴിവുള്ള, പാട്ട് എഴുതുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തിയാൽ അവർക്കെല്ലാം ഒരു ഓപ്പണിംഗ് സ്റ്റേജ് ഇവിടെ ഉണ്ടാകും. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മിനിസ്ട്രിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രിയ കർത്താവിൻ്റെ ദാസന്റെ കൃപാവരങ്ങളെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കൂടുതലായി ദൈവം തനിക്ക് ശക്തി നൽകേണ്ടതിന്, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് നാം പ്രാർത്ഥനയിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റിനുമായി കർത്താവിൻ്റെ ദാസൻ മാം ഗുരേച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരാഴ്ചയിൽ കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാമെന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം, മനോഹരമായ പാട്ടുകൾ കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇന്നും ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നാം നോട്ടീസിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ തോമസ് എബ്രഹാം അച്ഛൻ അവർ എഴുതിയ ധാരാളം ഗാനങ്ങളുണ്ട്. അതിലൊരു 6 ഗാനങ്ങളാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. സമയക്കുറവ് മൂലം ആണത് അങ്ങനെ സംഭവിച്ചത്. എന്നിരുന്നാലും വരുംകാലങ്ങളിൽ കൂടുതൽ പാട്ടുകൾ കേൾക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ അർത്ഥമുള്ള, വളരെ ഇമ്പമേറിയ പാട്ടുകളാണ് നാം കേട്ടത്. മാത്രമല്ല പ്രിയ അച്ചായനെ അതിനുവേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പാട്ടുകളും നാം ആ ലിറിക്സിൽ കൂടി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മലയാളത്തിൽ ഇങ്ങനെയുള്ള വേർഡ്സുകളെല്ലാം ഉണ്ടോയെന്നല്ല എനിക്ക് ഒരു സംശയമുണ്ടായി. അനേക പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു സാഹിത്യത്തോടു കൂടി ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വരുംകാലങ്ങളിൽ പ്രിയാച്ചാലിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മളെ പാടുവാൻ വേണ്ടി സഹായിച്ച ജെയിംസ് കൊടുന്തറ ബ്രദറിനും, അതുപോലെ അക്സ മോൾക്കും, അതുപോലെ സന്തോഷ് മാത്യു സഹോദരനും, ഉണ്ണി തുക സഹോദരനും, പ്രത്യേകിച്ച് ചായന്റെ ചെറുമകളാണ് ഹന്ന തോമസ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ആ പാട്ട് പാടുവാൻ തക്കവണ്ണം പ്രിയമകളെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. വരുംകാലങ്ങളിൽ കാൽവരിനാഥ മിനിസ്ട്രിയിൽ കടന്നു വന്ന് അനേക ഗാനങ്ങൾ പാടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയമകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനേക പ്രിയപ്പെട്ടവർ ഇന്നും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ പ്രോഗ്രാം കേൾക്കുവാൻ ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ എന്നോട് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഇന്ന് പാടിയ എല്ലാ പാട്ടുകളും അച്ചായന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. തോമസ് എബ്രഹാം എന്നുള്ള അത് ആ യൂട്യൂബ് ചാനൽ അടിക്കുവാണെങ്കിൽ ഈ പാട്ടുകളെല്ലാം അതിൽ ലഭ്യമാണ്. അതിൻ്റെ അകത്ത് തന്നെ ലിറിക്സും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അത് എല്ലാ പ്രിയപ്പെട്ടവരും അത് കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തുടർന്നും കാൽവരിനാഥൻ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ വർഷം കുഞ്ഞുങ്ങളെയും കൂടി ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, പക്ഷെ അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവരെയും കൂടി ഈ പാട്ടിലേക്ക് ആകർഷിക്കുവാൻ തക്കണം. അതിൽ കൂടി ദൈവത്തിന്റെ വചനവും പാട്ടുകളും മറ്റുള്ളവർ കേട്ട് ദൈവത്തെ സന്തോഷിക്കുവാൻ തക്കണം ഇടവരുത്താൻ വേണ്ടി ഞങ്ങളത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയുടെ കാര്യത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അപേക്ഷിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കുവൈറ്റുള്ള സഹോദരൻ ജോൺ അവറുകൾ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ തിരുമുമ്പാകെ ഈ ശനിയാഴ്ച ദിവസവും ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഇങ്ങനെ ഒരു ചില നിമിഷങ്ങൾ അവിടുന്ന് അനുവദിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ളതായ ഈ നിലയിൽ ഉള്ള കൂട്ടായ്മകൾ അവിടുന്ന് തരുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് സ്തോത്രം. വിശേഷിച്ച് ഈ സൂം മാധ്യമത്തിലൂടെ അനേക വർഷങ്ങളായി അവിടുത്തെ വചനം കേൾക്കുവാൻ, അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങൾ ശ്രവിക്കുവാനൊക്കെ അവസരങ്ങൾ അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായി ഈ നാളുകളിൽ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിനായി അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് ശക്തീകരിക്കുന്നല്ലോ. കർത്താവ് അവരുടെ ശുശ്രൂഷയെ, സേവനത്തെ അവിടുന്ന് ഓർക്കുകയും ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടുത്തെ മഹത്വം കാണുവാൻ ഞങ്ങൾ ഈ വിഷയം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ സന്ധ്യയെങ്കിൽ അവിടുത്തെ വചനം കേൾക്കുവാൻ, അവിടുത്തെ ദാസന്റെ ഗാനങ്ങളും ജീവിതാനുഭവങ്ങളും കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ തൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടതുപോലെ താൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവവചനത്തോടുള്ളതായ ആ വലിയ വാഞ്ചയും അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുള്ളതായ കൃപയും കഴിവും അവിടുന്ന് നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. തന്നിലൂടെ അനേക നിലയിലുള്ള ശുശ്രൂഷകൾ ഇന്ത്യയിലും അതുപോലെ സൗദിയിലും ഇപ്പോൾ അമേരിക്കയിലും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശേഷാൽ തനിക്ക് ദൈവം നൽകിയതായ പ്രത്യേകമായ ആ താലന്തിലൂടെ കർത്താവ് അനേക ഗാനങ്ങൾ രചിക്കുവാൻ അവിടുത്തെ കൃപ അവിടുന്ന് നൽകിയതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിലെ ആഴമായ സത്യങ്ങൾ നല്ല സാഹിത്യ ഭാഷയിൽ തനിക്ക് രചിക്കുവാനുള്ളതായ കൃപ അവിടെ നൽകിയതിനായിട്ട് സ്തോത്രം. തൻ്റെ ഗാനരചനയും പുസ്തകരചനയും എല്ലാം കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായിട്ടുണ്ട്. തുടർന്നുള്ള നാളുകളിലും അത് അനുഭവിക്കുന്നവരെല്ലാം അതിൻ്റെ നന്മ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് അതൊരു മുഖാന്തരമായി തീരുവാനും കർത്താവ് കാരണമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസനെയും ദാസിയെയും മക്കളെയും കൊച്ചുമക്കളെയും അവിടുന്ന് വിശേഷാൽ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിച്ച അവിടുത്തെ മക്കൾക്കായിട്ട് സ്തോത്രം. വിശേഷിച്ച് അൽഹന മോൾക്ക് വേണ്ടിയും അക്സ മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതായ കഴിവുകൾ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഇനി അധികമായി പ്രയോജനപ്പെടുത്തുവാൻ അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ. സന്തോഷപരനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസനെയും പ്രത്യേകമായി സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തന്നെ കുടുംബമായി ഓർക്കണം, സഹായിക്കണമേ. കർത്താവെ, പ്രിയ ഉണ്ണി ബ്രദറിനും അതുപോലെ ജെയിംസ് കൊടുന്തറ ബ്രദറിനും ആ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവ് അവരെയും അവരുടെ ശുശ്രൂഷകളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ആദരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ കർത്താവ് കാലങ്ങൾക്ക് അതീതനാണ്. ഞങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം നാളുകളില്ലല്ലോ. ഞങ്ങളുടെ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത് എത്രയും വേഗം സംഭവിക്കുമെന്ന് ഞങ്ങൾ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഞങ്ങളെ അനാദികാലം മുതൽ അവിടുത്തെ പുത്രനിൽ വിളിച്ച് വേദരിച്ചതായ
ആ കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഓർത്തുകൊണ്ട് ഞങ്ങളുടെ അനുദിന ജീവിതം നയിക്കുവാൻ അവിടുത്തെ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിൽ തരുന്നതായ ആയുസിൻ്റെ നാളുകൾ അവിടുത്തേക്ക് പ്രസാദകരമായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ അവിടുന്ന് ആദരിക്കുന്നതുകൊണ്ട് സ്തോത്രം. റോഹിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ അധ്വാനത്തെയും അവിടുന്ന് ആദരിക്കണമേ. ഇത് തുടർന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അനേകത് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുത്തെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അടിയങ്ങളെ മുറ്റുമായി അവിടുത്തെ സന്നിധിയിലേക്ക് തരുന്നു. ഞങ്ങൾ വിവിധ രാജ്യങ്ങളിലായി കഴിയുന്നുവെങ്കിലും അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ ഏവരും ആയിരിക്കുന്നുവെന്നും ഞങ്ങളെല്ലാവരും അവിടുത്തെ സന്നിധിയിൽ ഒത്തുചേരുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ നാളുകൾ കഴിപ്പാൻ അവിടുത്തെ കൃപ തന്നാട്ടെ. പ്രാർത്ഥന യാതനകൾ കേട്ടതിനായ സ്തോത്രം. സകലവും മാനവും മഹത്വത്തോടെ സന്നർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ തന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.